ഞങ്ങളൊരു പാട്ട് ചെയ്തിരുന്നു ഇവിടുന്ന്. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള ലോർഡ്സ് പ്രയർ. അത് സംസ്കൃതത്തിലാക്കി 100 അച്ഛന്മാരും 100 സിസ്റ്റേഴ്സും ചേർന്നാണ് അത് ആലപിച്ചത്. അപ്പൊ അതിനുശേഷം അതിന്റെ ഓർക്കസ്ട്രേഷൻ എല്ലാം ലോസ് ആഞ്ചലസിലായിരുന്നു. ഇവിടെ ദാസേട്ടൻ അതിൽ പാടിയിട്ടുണ്ട്. അതുപോലെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരുപാട് മ്യൂസീഷ്യൻസ് ചേർന്നിട്ടുള്ള ഒരു ആൽബമായിരുന്നു അത്. അപ്പൊ അത് മാർപ്പാപ്പയെ കൊണ്ട് റിലീസ് ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ മാർപ്പാപ്പയുടെ അടുത്ത് പോയി ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പൊ അവിടെ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യത്തിനാണ്. സോ ഹി വാസ് വെരി ഹാപ്പി. ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അത് കേട്ടത്. ഞങ്ങൾ അതിന്റെ ഒരു പോസ്റ്റ് കൊണ്ടുപോയിണ്ടായിരുന്നു. അപ്പൊ അത് പാപ്പോട് പറഞ്ഞു, പാപ്പ പ്ലീസ് സൈൻ ഓൺ ദിസ് ആൻഡ് വി വുഡ് ലൈക്ക് യു ടു റിലീസ് ഇറ്റ്, ഒന്ന് റിലീസ് ചെയ്ത് തരണം. അത് ഇങ്ങനത്തെ ഒരു പ്രയർ ആണ്. അപ്പൊ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അതിൽ ഒപ്പുവെച്ച് ഞങ്ങൾക്ക് അത് തന്നത്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം അദ്ദേഹം ഇത്രയും വലിയൊരു പദവി അലങ്കരിക്കുന്നത് നമ്മുടെ പരിശുദ്ധ പിതാവ് വളരെ സരസന ആണ് അദ്ദേഹം. കാരണം അദ്ദേഹം ഒപ്പിടാൻ പറഞ്ഞപ്പോ പോളച്ചന്റെ കയ്യില് ഒപ്പിടുന്ന പോലെ കാണിച്ച്, എന്നിട്ട് ഞങ്ങൾ നോക്കി ചിരിച്ച്, എന്നിട്ടാണ് ഈ പോസ്റ്ററിൽ അദ്ദേഹം ഒപ്പിടുന്നത്. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തൊക്കെ കാണുമ്പോൾ, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഡിവൈൻ ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടത്. അപ്പൊ അങ്ങനെ സംഗീതത്തിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ എനിക്ക് ഭാരതീയ ചർച്ചസിലെ ആദ്യമായിട്ടായിരിക്കും ഒരു പാട്ട് മാർപ്പാപ്പ റിലീസ് ചെയ്യുന്നത്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് അത് റിലീസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതുകൂടാതെ ഞാൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ 83rd ബർത്ത്ഡേക്ക് ഒരു പാട്ട് കമ്പോസ് ചെയ്തിരുന്നു. ബേണിംഗ് ലവ് എന്നായിരുന്നു ആ പാട്ടിന്റെ പേര്. അപ്പൊ അത് കർത്താവോടുള്ള ഒരു സ്നേഹം കാണിക്കുന്നതാണ്. മാർപ്പാപ്പ എപ്പോഴും പറയാറുള്ളത് അതേ ടുവേർഡ്സ് ഹിസ് ലവ് എന്ന് പറയുന്നത്, ലവ് ടുവേർഡ്സ് ജീസസ് ഈസ് ഓൾവേസ് ബേണിംഗ്. അത്രയും കത്തിയെരിയുന്ന ഒരു സ്നേഹമാണ് അദ്ദേഹത്തിന് ജീസസിനോട് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പാവങ്ങളോടും അതുപോലെ ഒരുപാട് മേഴ്സി, അതുപോലെ കമ്പാഷൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മളെല്ലാവരോടും കരുണ കാണിക്കുന്ന കമ്പാഷൻ വേണം. അതുപോലെ ഒരുപാട് ജനങ്ങൾക്ക്, പൂറായിട്ടുള്ള ആൾക്കാർക്കെല്ലാം സഹായിക്കണം, നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു സന്ദേശമായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും പറയാനുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനത്തെ ഒരു ആശുപത്രിയിൽ നിന്ന് വിട്ടതിന് ശേഷം അദ്ദേഹം വീണ്ടും കുഴപ്പമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പൊ ഒത്തിരി സന്തോഷമായിരുന്നു അദ്ദേഹത്തെ ഈ നിലയിൽ കാണാൻ സാധിച്ചത്. പക്ഷെ ഇന്ന് രാവിലെ ഈ വാർത്ത അറിഞ്ഞപ്പോഴാണ് ഒരു ഷോക്കായിരുന്നു. കാരണം തീരെ പ്രതീക്ഷിച്ചില്ല. മാർപ്പാപ്പ ആരോഗ്യവനായി വീണ്ടും അദ്ദേഹത്തിന്റെ നില തരണം ചെയ്തു. വീണ്ടും പഴയ പരിപാടിയിൽ ഏർപ്പെട്ടു. അദ്ദേഹം ഓക്കെ ആയി എന്നായിരുന്നു ഞങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇറ്റ് വാസ് സോ സാഡനിങ്. ഒത്തിരിയേറെ ഒരു ദുഃഖം ജനിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിയോഗം. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. കാരണം ഒത്തിരി സന്തോഷമുണ്ട്. അദ്ദേഹമായിട്ട് നോർമലി ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ഒക്കെയാണ് കാണാൻ സാധിക്കുക. പക്ഷെ ഞങ്ങളുടെ അടുത്ത ആഴ്ച ഒരു 1.5 മിനിറ്റോളം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. ആ ഒരു സന്ദർഭം തന്നെ എത്രയും ദൈവികമായ ഒരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ശരി, വളരെ നന്ദി ശ്രീ മനോജ്, ഈ സാഹചര്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചതിന്.